morning, all. Good morning, ma'am. Good morning. So, let's go to last week. The vice again. Organization commitment and involvement വരെയാണ് അശ്വകീർണോ എങ്കിലും വീണ്ടും പറയുന്നതല്ലോ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ വരെയല്ലേ എടുത്ത് നിർത്തിയതാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് എൻറോൾമെന്റ് ഒക്കെ ഓക്കെ അല്ലേ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും വായിച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാം നമ്മള് ഇതില് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും എന്താണ് ഒരു കമ്പനിയിലെ ഓർഗനൈസേഷനിൽ എന്താണ് അവരുടെ പങ്കാളിത്തം അല്ലെ എംപ്ലോയറുടെ പങ്കാളിത്തം കൊണ്ട് അവരെ ഡിസിഷനൊക്കെ എടുക്കാനൊക്കെ ആയിട്ടുള്ള താല്പര്യം പ്രകടമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കമ്പനി ലഭ്യമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ആ കമ്പനിയോട് അല്ലെങ്കിൽ ആ ഒരു ജോലിയോട് ഒരു ആത്മാർത്ഥത ഉണ്ടാവും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് അല്ലെ ഒരു പ്രതിജ്ഞാബദ്ധതയോട് കൂടിയിട്ട് അവരെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഓക്കെ ഓക്കെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ് അല്ലേ കണ്ടിന്യൂ ചെയ്തോട്ടെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലേണിംഗ് എല്ലാം എന്താ പറയുക ബിഹേവിയറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അതായത് നമ്മുടെ പെരുമാറ്റത്തിന് നമ്മൾ എല്ലാം അല്ലെ സ്വായത്തമാക്കുന്ന നമ്മുടെ ചെറുപ്പത്തിലെ മുതലുള്ള സ്വായത്തമാക്കുന്ന കുറെ ഘടകങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ പഠിപ്പിച്ചു പോകുന്നത് സോ അതുകൊണ്ട് തന്നെ അത് മാനസികമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതും കൂടിയാണ് ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലേണിംഗ് ആണ് അതായത് പഠനം അല്ലെ പഠിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കുറച്ചുകൂടിയായിരിക്കും തുടങ്ങി നമ്മൾ ഓരോന്ന് പഠിച്ചു അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല അപ്പൊ അവരെന്താ പറയാ അനുഭവിച്ച് തന്നെ അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളും എന്നുള്ളൊരു മനോഭാവം വരും അപ്പൊ ലേണിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴോ അതിനാണ് കൂടുതൽ പ്രാധാന്യം എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആകുമ്പോഴാണ് ആ ലേണിംഗ് പഠനത്തിന് നല്ല ഒരു സ്ഥായിയായ ഒരു സ്വഭാവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ശരിയല്ലേ കുട്ടികളോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാറുണ്ടോ നമ്മള് എന്താ പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ അനുഭവത്തിലൂടെ പഠിച്ചോളുന്നു അല്ലെ നമ്മളോടാണെങ്കിലും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാതെ വരുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെ അപ്പൊ നമുക്ക് ലേണിംഗ് ഈസ് എ സിഗ്നിഫിക്കന്റ് സൈക്കോളജിക്കൽ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ അതായത് ഒരു മനുഷ്യന്റെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ഫാക്ടറാണ് പഠനം എന്ന് പറയുന്നത് ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ചസ് ഇൻ എ ബിഹേവിയർ ദാറ്റ് occurs as a result of experience or reinforcement practice. ഓക്കെ അതായത് ലേണിംഗ് എന്ന നമ്മുടെ പ്രധാനമായിട്ട് നിർവചിക്കുന്നത് എന്താണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശക്തിപ്പെടുത്തുന്നതാണ് നമ്മൾ പെർമനന്റ് ആയിട്ട് ഓക്കെ നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് ഓക്കെ കുറച്ചൊക്കെ നമ്മൾ കണ്ടറിഞ്ഞൊക്കെ നമ്മൾ മനസ്സിലാക്കുമെങ്കിലും നമ്മുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു രീതിയിലുള്ള ഒരു സ്ഥായി പെർമനന്റ് ചേഞ്ചസിലേക്ക് ബിഹേവിയർ വരുന്നത് അല്ലെ ആ പഠനം എന്നുള്ളത് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുന്നത് എപ്പോഴായിരിക്കും നല്ലതായിട്ട് ഒരു അനുഭവം വരുമ്പോഴായിരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ദാറ്റ് occur as a result of experience or reinforcement practice. The definition of learning include four key aspects. Okay, നമ്മുടെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് റെഡിയാക്കിയോ
റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ നമ്മുടെ പെരുമാറ്റത്തില് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ചേഞ്ചസ് വരുത്തുന്നുണ്ട് പഠനം കൊണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് നമ്മൾ അത് തിരിച്ചപ്പെടുത്തുന്നത്, ആ ഒരു ബിഹേവിയർ ചേഞ്ചസിൽ കൊണ്ടുവരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ്, അല്ലെ, നല്ല അനുഭവം വരുമ്പോഴാണ്. ഓക്കെ, നമ്മളിപ്പോ എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ഒരുപാട് അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടിയിട്ട് നമ്മൾ പഠിച്ചു വെച്ചാലും പ്രാക്ടിക്കലി നമ്മളത് ചെയ്യുമ്പോഴാണ് ഓക്കെ നമ്മുടെ മൈൻഡിലേക്ക് അത് കൃത്യമായിട്ട് തന്നെ ഓക്കെ ഇതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ആണോ? ശരിയാണോ? ഓക്കെ, അപ്പൊ ഇത് ഒന്നാമത്തെ ഇങ്ങനത്തെ ക്ലാസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് റെസ്പോണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 ഇതിൽ പറയുന്നുണ്ട് ഡെഫിനിഷൻ ഓഫ് ലേണിംഗ് ഇൻക്ലൂഡ് 4 key aspects. 4 ആസ്പെക്റ്റുകളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ലേണിംഗ് ഇൻവോൾവ്സ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ, though the change is not necessarily an improvement over previous behavior, but bad habits, prejudices, stereotypes and work restriction are also learned. Okay, അതായത് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അല്ലെ അതില് 4 ആസ്പെക്റ്റുകളാണ് ഉള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും എന്താണ് അനുഭവത്തിന്റെ ബേസിലാണ് നമ്മളത് മനസ്സിലാക്കണേ എന്നുള്ളത് പറഞ്ഞു അല്ലെ. അപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നല്ല അനുഭവം ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ അത് പഠിക്കാൻ പറ്റിയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ പെരുമാറ്റത്തിന്റെ മാറ്റം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ചിലപ്പോ ആണെങ്കിൽ നമുക്ക് മുൻകൂട്ടി കുറെ ധാരണകളൊക്കെ ഉണ്ടായിരിക്കാം. നേരത്തെ കുട്ടിയുള്ള പ്രിജുഡീസ് എന്നൊക്കെ പറയുന്നത് നേരത്തെ കുട്ടിയുള്ള ധാരണകൾ ഉണ്ടാവാം, നേരത്തെ കുട്ടി നമുക്ക് നല്ല ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവാം. പ്രീവിയസ് ബിഹേവിയറിൽ നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ചിലപ്പോൾ മോശം പഠനങ്ങളൊക്കെ ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു റെസ്ട്രിക്ഷനോട് കൂടിയിട്ട് കൺട്രോളിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും അല്ലെ. So this changes is not necessarily an improvement over previous behavior. ഒരുപക്ഷെ നമ്മുടെ ആ ബിഹേവിയറിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയില്ലെങ്കിൽ ചെറിയ രീതിയിൽ ചേഞ്ചസ് ഒക്കെ വരുത്താനൊക്കെ ആയിട്ട് സാധിക്കും. സോ ലേണിംഗ് ഇൻവോൾവ്മെന്റ് ഈസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. നമുക്ക് ചേഞ്ച് ചെയ്യാം, പക്ഷെ ചിലപ്പോൾ പൂർണ്ണമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ശരിയാണോ? ശരിയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. The behavioral changes must be relatively permanent. Any temporary change in behavior is not a part of learning. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ മാത്രം ബിഹേവിയറൽ ചേഞ്ചസ് തീർച്ചയായിട്ടും നമ്മൾ എന്താണ് പെർമനന്റ്ലി കൊണ്ടുവരണം അല്ലെ. തീർച്ചയായിട്ടും നല്ല ശീലം അല്ലെങ്കിൽ നല്ല പഠനം എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് കൊണ്ടുവരണം. നമ്മളിപ്പോ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അഭ്യസിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റം പെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്നോട് യോജിക്കുന്നില്ല. കാരണം അത് എങ്ങനെയായാലും നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും പെർമനന്റ് ആയിട്ട് മാറ്റി പോവേണ്ടതാണ്. നല്ല പഠനം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുത്തേ പറ്റും അല്ലെ. Behavioral changes must be relatively permanent. Any temporary change in behavior is not a part of learning. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ചസ് വരുത്തുന്ന ഒരു പഠനമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ലേണിംഗ് പഠിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ. നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് പ്രാക്ടീസിലൂടെ നേടിയിരിക്കണം. അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോയേ വേണം. ഓക്കെയല്ലേ? ശരിയല്ലേ? നല്ല പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ബിഹേവിയറൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപക്ഷെ നമ്മള് ചെറിയ പഴയ കാലഘട്ടത്തിലൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ച് നമ്മൾ പുതിയത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത എലമെന്റിൽ അതാണ് പറയുന്നത് മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനന്റ് ആയിട്ട് കൊണ്ടുപോകാം. The behavioral changes must be based on some form of practice or experience. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഈ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെ തീർച്ചയായിട്ടും ഈ ലേണിംഗ് നമ്മൾ പഠിച്ചെടുക്കുന്നത് കുറച്ച് അഭ്യാസത്തോട് കൂടിയിട്ടാണ് അല്ലെ, പ്രാക്ടീസോട് കൂടിയിട്ടാണ് നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു എലമെന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് അവിടെ ആവശ്യമാണ് അല്ലെ. ബിഹേവിയറൽ ചേഞ്ചസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സം ഫോം ഓഫ് പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ്. അവിടെ എന്താവശ്യമാണ്? പ്രാക്ടീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ക്ലിയർ അല്ലേ? പഠനം എന്ന് പറയുന്നത് ഇതാണ് ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എക്സ്പീരിയൻസ് കൊണ്ടാണ് അതിനെ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഫോർത്ത് എന്ന് പറയുന്നത് the practice or experience must be reinforced in order
for learning to occur. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് പരിശീലനത്തോടെ ആവാം അല്ലെ. തീർച്ചയായിട്ടും പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ് മസ്റ്റ് ബി റീഇൻഫോഴ്സ്ഡ്. എന്നുവെച്ചാൽ നമ്മൾ നേടിയെടുത്ത ഈ പ്രാക്ടീസിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും നേടിയെടുത്തതൊക്കെ നമ്മൾ എന്താണ് ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശക്തി പ്രാപിക്കുന്നത് ഇൻ ഓർഡർ ടു ലേണിംഗ് ടു ഓക്കർ. അപ്പൊ ഒന്നും കൂടി നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളെ പ്രാക്ടിക്കലി നമ്മൾ തന്നെ മറ്റുള്ളവരിൽ അത് കോഴ്സ് ചെയ്ത് അല്ലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചിലപ്പോൾ പ്രാക്ടീസോട് കൂടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അത് ഒന്നുകൂടി ശക്തി പ്രാപിക്കും. ഓക്കെ, ആക്ച്വലി നമ്മൾക്ക് ചില ലേണിങ്സ് ഉണ്ടാവാം. അത് നേരത്തെ കൂട്ടിയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. നമ്മളെ പ്രാക്ടീസോട് കൂടിയിട്ട് അത് മാറ്റങ്ങൾ വരുത്തുന്നു. തന്നെ ഈ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മസ്റ്റായിട്ടും എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അത് ടെമ്പററി ആയിട്ട് മാറ്റാൻ പാടുള്ളതല്ല, പെർമനന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. ഇത് ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കുറച്ചും കൂടി നമ്മൾ അല്ലെ അവിടെ ലേണിംഗ് പഠിച്ച് മറ്റുള്ളവർക്ക് കൂടി എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ശക്തിപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കണമെന്ന് ഓർമ്മിച്ച് ചിന്താഗതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അവിടെ വരുന്ന എംപ്ലോയീസിന് കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ അവർക്ക് ചിലപ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അവർക്ക് പ്രാക്ടിക്കലി കുറച്ച് നോളേജ് ഒക്കെ കൊടുക്കണം. പ്രാക്ടീസ് കൊണ്ട് കൂടി തന്നെ അവരെ മാറ്റിയെടുക്കണം. ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ ടെമ്പററി ആയിട്ട് മാറ്റിയെടുക്കുകയല്ല, മസ്റ്റ് ആയിട്ട് പെർമനന്റ് ആയിട്ട് തന്നെ അവരെ നോളേജ് വർദ്ധിപ്പിച്ചു കൊടുക്കണം. കേസ് മറ്റുള്ളവർക്ക് കൂടി അല്ലെ മറ്റുള്ളവർക്ക് കൂടി ഈ എക്സ്പീരിയൻസുകളൊക്കെ പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് അത് ശക്തി പ്രാപിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്ലിയറാണോ? അപ്പൊ ആ 4 ആസ്പെക്ടുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതൊന്നും മസ്റ്റായിട്ട് ചോദിച്ചു കാണില്ല എങ്കിൽ കൂടി എന്താണ് 4 ആസ്പെക്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. എന്താണ് ലേണിംഗ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ that occurs as a result of experience or a course practice. Clear? അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം കാണാറുണ്ട്. ലേണിംഗ് ഈസ് എ ലേണിംഗ് ഈസ് എ സിഗ്നിഫിക്കന്റ് ഡാഷ് ഫാക്ടർ ഇൻഫ്ലുവൻസിംഗ് ഹ്യൂമൻ ബിഹേവിയർ. അത് വയ്ക്കാം. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടിയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അതൊന്ന് അനലൈൻ ചെയ്യാം. ലേണിംഗ് ഈസ് എ സിഗ്നിഫിക്കന്റ് സൈക്കോളജിക്കൽ ഫാക്ടർ ഇൻഫ്ലുവൻസിംഗ് ഹ്യൂമൻ ബിഹേവിയർ. പിന്നെ എന്താണ് ലേണിംഗ് എന്നുള്ളത് മസ്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. 4 കീ ആസ്പെക്ട്സുകളാണ് ഇതിലുള്ളത്. അതുകൂടി ഓർത്ത് വെച്ചേക്കാം. Okay, then നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്പോണൻസ് ഓഫ് ലേണിംഗ് പ്രോസസ് ആണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് നോക്കാം. കമ്പോണൻസ് ഓഫ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ the elements of a learning process are drive, cue, stimuli, response, reinforcement and retention. അതിലെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഡ്രൈവ്, then using stimuli, then response, reinforcement and retention ആണ്. ഫസ്റ്റിലെ ഡ്രൈവ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ലേണിംഗ് ഫ്രീക്വന്റ്ലി. അപ്പൊ എലമെന്റ്സ് കൂടി ഓർത്ത് വെച്ചേക്കുക. എലമെന്റ്സ് ഓഫ് ലേണിംഗ് പ്രോസസ് ആണ് ഡ്രൈവ്, ക്യൂ, സ്റ്റിമുലി, റെസ്പോൺസ്. അല്ലെ എലമെന്റ്സ് ഓഫ് ലേണിംഗ് പ്രോസസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കി എഴുതാനായിട്ട് ശ്രമിക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഡ്രൈവ്. ഓക്കെ, learning frequently occurs in the presence of a drive. Any strong stimulus that implies action. ഇവിടെ ഡ്രൈവ് എന്ന് പറയുന്ന നമുക്കറിയാം ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ലെ. അതാണ് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നമ്മളെ പഠനത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. ലേണിംഗ് ഫ്രീക്വന്റ്ലി occurs in the presence of a drive. Any strong stimulus that implies action. ഓക്കെ, നമുക്ക് ശക്തമായ ഒരു പഠന മികവും ഉണ്ടാവുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ ഇന്നത് ചെയ്യണമെന്നും ഉദ്ദേശിപ്പിക്കുന്നത് അല്ലെ. നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ കഴിവുള്ളത് കൊണ്ടാണ്. സോ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന
ഒരു ആക്ടിവിറ്റി അത് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് ഓൾറെഡി ആ ഒരു ലേണിംഗ് അല്ലെ, ആ ഒരു പഠന മികവ് ഉള്ളത് കൊണ്ട്. ആ പഠന മികവ് എങ്ങനെയാണ് നമ്മൾ നേടിയെടുത്തത്? നല്ല പ്രാക്ടീസ് കൊണ്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് learning frequently occurs in the presence of a driver. It is strong stimulus that implies actions. ആ ഉദ്ദേശിനം അല്ലെ, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉദ്ദേശിനം അതാണ് നമ്മളെ കൊണ്ട് പ്രവൃത്തി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. Drives are basically of two types, primary or physiological drives and secondary or psychological drives. Okay, രണ്ട് തരത്തിലുള്ള ആ ഒരു ഡ്രൈവ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ആ കൺട്രോൾ ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോവുക അല്ലെ. അപ്പൊ ആ ഡ്രൈവ്സ് നമ്മുടെ ബ്രെയിൻ നമ്മളെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഡ്രൈവിംഗ്സുകളാണ് ചെയ്യിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും പ്രൈമറി ആയിട്ട് എന്താണ് ഫിസിയോളജിക്കൽ ഡ്രൈവ്സ് ആൻഡ് സെക്കൻഡറി സൈക്കോളജിക്കൽ ഡ്രൈവ്സ് അല്ലെ. ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. കൈയെടുത്ത് നമുക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, ശാരീരികമായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് വേണ്ടത്. അതേപോലെ തന്നെ ബുദ്ധിപൂർവ്വമായിട്ട് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഉദ്ദേശമാണ് അവിടെ ലഭ്യമാക്കിയത്. ഇതിന്റെ രണ്ടിനും നമുക്കറിയാം എന്താണ്, മോശം പ്രാക്ടീസ് വേണം അല്ലെ. നമുക്ക് പ്രവർത്തി ശാരീരികമായിട്ട് ചെയ്യണമെങ്കിലും മാനസികമായിട്ട് അതുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, നല്ലൊരു ലേണിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും, ഒരു പഠന മികവും ഉണ്ടായിരിക്കും. ഇതുവരില്ലേ ഇതുവരോ ഒരു പ്രവൃത്തി ചെയ്യിക്കുമ്പോൾ അതിന് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടി വരും അല്ലെ. നമ്മുടെ തലച്ചോറ് നമ്മളെ ബ്രെയിൻ ആവശ്യപ്പെട്ട് ഇന്നത് ചെയ്യണമെന്ന്, ഓക്കെ ഇത് ഈ രീതിയിലാണ് ഈ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതെന്ന് നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ട് ബന്ധിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ അത് കൈകൊണ്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ രണ്ട് രീതിയിലുള്ള കാര്യം അവിടെ ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. Two categories of a drive often interact. Individual operate under many drives at the same. To predict behavior, it is necessary to establish which drives are stimulating the most. Okay, ചിലതിന് നമുക്കറിയാം ശാരീരികമായിട്ടല്ലേ, ഒരാള് വീഴാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. അതേസമയം ആ ഒരു വീട് കഴിഞ്ഞ് ഇങ്ങനെ കിടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ മാനസികമായിട്ട് ഇങ്ങനെ ആലോചിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശാരീരികമായിട്ടുള്ള ഉദ്ദേശം കൊണ്ട് നമ്മുടെ പ്രവൃത്തിയാണ് അവിടെ ആക്ട് ചെയ്യിപ്പിക്കുന്നത്. അതേസമയം ചില കാര്യങ്ങൾ ഈ കണക്ക് കൂട്ടലിൽ എന്തുകൊണ്ടാണ് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തതെന്ന് പറയുന്നത് നമ്മൾ മാനസികമായിട്ട് ചിന്തിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ രണ്ടും ആവശ്യമാണ് ഓരോ ആക്ട് ചെയ്യാനായിട്ട് അവിടെ പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഡ്രൈവിനെ കുറിച്ചിട്ടാണ്. എന്താണ് ടു ടൈപ്സ് ഓഫ് ഡ്രൈവ്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈമറി ഓർ ഫിസിയോളജിക്കൽ ഡ്രൈവ്സ് ആൻഡ് സെക്കൻഡറി ഓർ സൈക്കോളജിക്കൽ ഡ്രൈവ്സ്. ക്ലിയർ ആണോ? ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ ക്യൂ സ്റ്റിമുലി ആണ്. ക്യൂ സ്റ്റിമുലി എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. അത് എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന ഒരു റെസ്പോൺസ് ആണ്, നമ്മുടെ അല്ലെ, നമ്മൾ പ്രതികരിക്കുന്നതാണ് ക്യൂ സ്റ്റിമുലി എന്ന് പറയുന്നത്. നോക്കാം. ക്യൂ സ്റ്റിമുലി ആർ any object exciting in the environment as perceived by the individual. ഓക്കെ, ഏതൊരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഇൻഡിവിജ്വലിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതികരണ ശേഷിയാണ് അല്ലെ. നോക്കാം. The idea is to discover the conditions under which stimulus will increase the probability of eliciting a specific response. Okay, നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് റെസ്പോൺസ് നമ്മളെ കാണിക്കുന്നത് അല്ലെ, നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഉദ്ദേശിപ്പിക്കുന്നത് എന്താണ്, നമ്മളുടെ നേരത്തെ കൂട്ടിയുള്ള ഒരു അറിവിന്റെ മനോഭാവത്തിൽ വരുന്ന അല്ലെ, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ പ്രവർത്തിക്കുന്ന അല്ലെ. നമ്മൾ ചൂട് ആണെന്ന് വരുമ്പോൾ നമ്മൾ എന്താണ് അവിടേക്ക് പോകാനായിട്ട് അല്ലെ, കുട്ടിയെ ആണെങ്കിൽ നമ്മൾ എന്താണ് ചൂട് അത് തീയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കുട്ടികളെ വിടാനായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെ, വിടാതിരിക്കാനായിട്ട് നമ്മൾ തടയും അല്ലെ, അവിടെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ തടയും. സോ അതെന്താണ്, അത് ആ ഒരു എൻവയോൺമെന്റൽ ചേഞ്ചിൽ നമുക്കറിയുന്ന ഒരു നല്ല ലേണിംഗ് ബിഹേവിയറിന്റെ വെളിച്ചത്തിലാണ് അതിനെ തടയുന്നത് അല്ലെ. അതേമാതിരി തന്നെ എൻവയോൺമെന്റിൽ എന്തൊക്കെ പ്രത്യേകതകൾ സംഭവിക്കുന്നു അതിനനുസരിച്ചിട്ട് പൊരുത്തപ്പെടാനായിട്ടുള്ള ശേഷി നമ്മൾ നേടിയെടുക്കുന്നു. അതാണ് ക്യൂ സ്റ്റിമുലി എന്ന് പറയുന്നത്. Okay, there may be two types of stimuli so far as they are result in terms of response. There may be two types of stimuli so far as they are result in terms of response are concerned, generalization and discrimination. Okay, അതായത്
ഇവിടെ തീർച്ചയായിട്ടും പറയുന്നത് ഇതേമാതിരി തന്നെയല്ലേ, നമ്മൾ ഡ്രൈവർ പോലെ തന്നെ രണ്ട് തരത്തില് ഈ ഒരു സ്റ്റിമുലേനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിന്റെ മനോഭാവത്തിന്, അതായത് ആ ഒരു സ്പെസിഫിക് എൻവയറമെന്റിന്റെ ചേഞ്ചിന്റെ മനോഭാവത്തിന് നമ്മൾ പ്രതികരിക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ജനറലൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ആ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. നോക്കാം. Generalization happens when a response is triggered by a similar yet new stimulus. If two stimuli are exactly alike, they will have the same probability of evoking specific response. പറയുന്ന ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിപ്പിക്കാനായിരിക്കും എളുപ്പം എനിക്ക് തോന്നുന്നു. താഴെ കൊടുത്തിരിക്കുന്നതാണ് എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, സൂപ്പർവൈസർ ക്യാൻ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ടു equally high producing workers, one with low quality and other with high quality. Okay. അതായത് നമ്മുടെ സൂപ്പർവൈസറിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അവര് എന്താണ് അവിടെ വേർതിരിച്ച് കാണിക്കുകയാണ്. അതായത് രണ്ട് കാര്യങ്ങളാണ് അവിടെ വരുന്നത്, പ്രൊഡ്യൂസിങ് വർക്കേഴ്സ് ആൻഡ് വിത്ത് ലോ ക്വാളിറ്റി വർക്കേഴ്സ് അല്ലെ. അവിടെ വർക്കേഴ്സിനെ തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ നന്നായിട്ട് നല്ല ക്വാളിറ്റി ഉത്പാദിപ്പിക്കുന്ന, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുമുണ്ട്, ലോ ക്വാളിറ്റിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുമുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ സൂപ്പർവൈസേഴ്സ് എത്താണ്. സോ അവിടെ എന്താണ് വേർതിരിവ് കാണിക്കുന്നുണ്ട് അല്ലെ. സ്റ്റിമുലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഡ്രൈവ് എന്ന് പറയുന്നത് ആ ഒരു പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി നിർണ്ണയിക്കുന്നതാണ്. ആ ഒരു എൻവയറമെന്റൽ സിറ്റുവേഷൻസിൽ ആ വ്യക്തി ഓരോന്നെ മനസ്സിലാക്കി കാണുന്നതാണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഇത് തീയാണ്, തീക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അവിടെ കുട്ടികൾക്ക് കൊടുക്കണം. സോ അതേപോലെ തന്നെ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കിയാണ് ആ വ്യക്തി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ഷൻ അവർ ഉത്പാദിപ്പിക്കും. മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ലോ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും അദ്ദേഹം ഉത്പാദിപ്പിക്കുന്നത്. നേരത്തെ കൂടി അവരുടെ ആ ഒരു പ്രാക്ടിക്കലിൽ നിന്ന് അല്ലെ, അവരുടെ പ്രാക്ടീസിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ് അവരുണ്ടാക്കുന്ന പ്രോഡക്ട്സ് അത്രയും ക്വാളിറ്റി ഇല്ലാത്തതാണ്. അപ്പൊ ആ ഒരു രീതിയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതായത് ഡിസ്ക്രിമിനേഷൻ, അതേമാതിരി തന്നെ എന്താണ് ജനറലൈസേഷൻ അല്ലെ. അപ്പൊ ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യവൽക്കരണം, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വേർതിരിച്ച് കാണിക്കുക. ജനറലൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. Generalization happens when a response is triggered by similar new stimulus. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രതികരണ ശേഷിയിൽ നിന്നാണ് ജനറലൈസേഷൻ മനസ്സിലാക്കുന്നത്. If two stimuli are exactly alike, they will have the same probability of evoking a specific response. Okay, ഇതൊക്കെ അറിയാം. സെയിം ആയിട്ടുള്ള പ്രോബബിലിറ്റി ഇരുക്കുണ്ട്, പക്ഷെ അല്ലെ ഒരു കൂട്ടർ പക്ഷെ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുന്നത്. The principles of generalization holds significant implications for human learning. അവിടെ ജനറലൈസേഷന്റെ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ നല്ല രീതിയിൽ അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അല്ലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് നല്ല രീതിയിൽ ആ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത്. സോ എന്താണ് അവിടെ തീർച്ചയായിട്ടും എന്താണ് പ്രതികരണങ്ങൾ അല്ലെ, അവരുടെ ആ ഒരു സാമൂഹിക ചുറ്റുപാടിനോട് ഇടപെടാൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് ആ വ്യക്തി മനസ്സിലാക്കിയെടുക്കുന്നത്. Then it enables the members to adjust to both the overall changing conditions and specific to task. So നമുക്കറിയാം ജനറലൈസേഷൻ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഐഡിയാസുകളൊക്കെ വരികയാണെങ്കിൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ ആണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത് അല്ലെ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലാണ് വരുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽ ക്യാൻ ഡ്രോ ഓൺ previous learning experience to adapt to more easily to learning situations. പുതിയ പുതിയ സിറ്റുവേഷൻസിലൊക്കെ വരുമ്പോൾ അവർക്ക് ഈസിലി അത് ക്യാച്ച് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. അതായത് കേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഇത്രയും വിവരിക്കാൻ പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല. അതായത് ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് അത്യാവശ്യം എബിലിറ്റി ഉണ്ട്, നല്ല ലേണിംഗ് പവർ ഉണ്ട്, അതേപോലെ തന്നെ നല്ല പ്രാക്ടിക്കൽ നോളജ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതേസമയം ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡിസ്ക്രിമിനേഷൻ is a process whereby an organization learns to evit a response to stimulus but avoids making the same response to a similar but somewhat different stimulus. അതായത് ഒരേപോലെയുള്ള പേഴ്സൺ ഒക്കെ തന്നെയാണ്, പക്ഷെ അവർക്ക് സെയിം റെസ്പോൺസ് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. അവര് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റിമുലി എന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശത്തിൽ അത് പ്രകടമാക്കാനായിട്ട് സാധിക്കുന്നില്ല. Discrimination has extensive applications in organizational behavior,
അതായത് തീർച്ചയായിട്ടും എന്താണ് ബാഹ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. കാരണം ഈ വ്യക്തിക്ക് അത്യാവശ്യം നോളജ് അല്ലെങ്കിൽ ലേണിംഗ് പവർ കിട്ടിയിട്ടില്ല അല്ലെ. അത് അങ്ങനെയാണ് അവിടെ എക്സാമ്പിളിലേക്ക് വരുന്നത്. സൂപ്പർവൈസർ ക്യാൻ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ടു ഈക്വലി ഹൈ പ്രൊഡ്യൂസിംഗ് വർക്കേഴ്സ്, one with low quality and other with a high quality. ഒരു വ്യക്തി നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആണ്. വരുന്ന എൻവയറമെന്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്രതികരിക്കാനും നല്ല ക്വാളിറ്റി ഉള്ള വർക്കുകളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും. മറ്റൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഓക്കെ ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ആണ്, പക്ഷെ വരുന്ന ചേഞ്ചസിനെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കുറച്ചുകൂടി കൂടിയിട്ട് അവരുടെ പ്രോഡക്റ്റ് ഒക്കെ നിർമ്മിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യത ആ വ്യക്തിക്ക് ഇല്ല. സോ അദ്ദേഹത്തിന് വേർതിരിച്ച് കാണിക്കും. ഓക്കെ, അതാണ് എന്താണ് ക്യൂ സ്റ്റിമുലയിൽ എടുത്ത് പറയുന്നത്. ഓക്കെയാണോ? ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞു. സൈക്കോളജിക്കലും ഫിസിയോളജിക്കലും അല്ലെ. ശാരീരികമായിട്ടുള്ള കഴിവുകൾ പ്രകടമാക്കേണ്ട സമയത്ത് ശാരീരികമായിട്ടുള്ള പ്രകടനം കഴിവാക്കുന്നു. സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ അത് പ്രകടമാക്കുന്നു. അതേമാതിരി തന്നെ ക്യൂ സ്റ്റിമുലി എന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ഒക്കെ ആയിരിക്കും, പക്ഷെ ചിലർക്ക് ആ എൻവയൺമെന്റിന് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവ് കപ്പാസിറ്റി കുറവായിരിക്കും അല്ലെ. അവര് അതനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുന്നു. കാരണം അവര് അതിനുള്ള വേർതിരിവ് ആ വ്യക്തികളിൽ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ വ്യക്തിയുടെ സൂപ്പർവൈസേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ചില വ്യക്തികൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, ആ ഏത് സാഹചര്യത്തിലും അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. സോ ലേണിംഗ് ഹാബിറ്റ് അവർക്ക് കൂടുതലാണ് അല്ലെ. അവര് പ്രാക്ടിക്കലി നോളജ് ഒക്കെ അവർക്ക് ധാരാളം ഉണ്ടാവാം. സോ അതുകൊണ്ടാണ് അവർക്ക് ഏത് എൻവയൺമെന്റൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ മറ്റു വ്യക്തികൾക്ക് അല്ലെ ഒരു അത്രയുമുള്ള കഴിവില്ല. സോ ലേണിംഗ് ഹാബിറ്റ്സ് കുറവായിരിക്കും. ക്ലിയർ ആണോ? ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ. എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കാം. നമ്മള് എന്താണ് രണ്ട് കമ്പോണൻസ് ആണ് പറഞ്ഞത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ആണോ? ഇവിടെ ഒരു സെന്റൻസ് കൂടി നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അതായത് person does not have to completely relearn each of the new tasks. പുതിയ ടാസ്കുകൾ വരുമ്പോഴും അവർക്ക് വീണ്ടും വീണ്ടും പഠിക്കേണ്ടത് വീണ്ടും സെൻട്രലൈസേഷൻ ഉള്ള വ്യക്തികളാണ്. പുതിയ ടാസ്കുകൾ വരുമ്പോഴും അവർക്ക് എൻവയൺമെന്റൽ ആയിട്ട് എന്ത് ചേഞ്ചസ് വന്നാലും അക്സെപ്റ്റ് ചെയ്യാനും അത് കൈകാര്യം ചെയ്യാനൊക്കെ കഴിവുള്ളത് കൊണ്ട് തന്നെ
ഈ പുതിയ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ വീണ്ടും വീണ്ടും അത് അഭ്യാസം അതിൻ്റെതായിട്ടുള്ള പഠനം പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓരോ സെന്റൻസും കൂടി നോട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല, നോക്കാം. Because generalization a person does not have to completely relearn each of the new task. പുതിയ ടാസ്ക് വരുമ്പോഴും അവർക്ക് വീണ്ടും അത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, കാരണം അവർക്ക് അത്യാവശ്യം ലേണിംഗ് പവർ ഉണ്ട് അല്ലെ. ആർക്കായിരിക്കും ലേണിംഗ് പവർ ഉള്ളത്? ഇത്തരത്തിലുള്ള യൂസ്ഫുള്ളിയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. ജനറലൈസേഷൻ അല്ലെ, ജനറലൈസേഷൻ ഇവിടെ സാമാന്യവൽക്കരണം. ഓക്കെ, ജനറലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്, സാമാന്യവൽകൃത ബോധമുള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എൻവയോൺമെന്റിനെ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. അതേസമയം ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പുതിയ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പകർന്നു കൊടുക്കേണ്ടതായിട്ട് വരും. അവർ ഏൽപ്പിച്ച കാര്യങ്ങൾ ജസ്റ്റ് അവർക്ക് ചെയ്യാനുള്ള നോളജ് ഉണ്ടാവും. അതേസമയം പുതുമ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അതായത് ജനറലൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് പറയാം. സ്റ്റുമിലിയാണ് അത്. ആ ഒരു ന്യൂ ടാസ്ക് വരുമ്പോൾ, ജനറലൈസേഷൻ വരുമ്പോൾ അവർക്ക് എന്താണ് റീലേണിന്റെ ആവശ്യകത ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് റെസ്പോൺസ്. ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഇത് വരുന്നത്, ഈ ഒരു വാക്കും കൂടി വരുന്നത്. അതായത് റെസ്പോൺസ് അല്ലെ, അവർക്കുള്ള കഴിവനുസരിച്ചിട്ടാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്. The stimulus leads to a response. Response can be physical form or in terms of attitude, familiarity, perception or other complex phenomena. ഓക്കെ, നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഓക്കെ അറിയാം, ഒരു ഫെമിലാരിറ്റി നമ്മൾ കാണിക്കും. ഓക്കെ, നമ്മുടെ മനോഭാവത്തിന് അറിയാവുന്ന ഒരു മനോഭാവം ഉണ്ടാവും അല്ലെ. ധാരണയിലാണെങ്കിലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ എൻവയോൺമെന്റൽ ചേഞ്ചസ് വരുന്നത് നമ്മൾ പറഞ്ഞു, അങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ ഓക്കെ ഇവിടെ പറ്റുമായിരിക്കും. കാരണം എനിക്ക് ചെറിയൊരു കഴിവുണ്ട് അല്ലെ, ഒരു ബിഹേവിയർ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അതിനെ കുറിച്ചൊരു ചെറിയ അറിവുണ്ട് അല്ലെ. ആ ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം അല്ലെങ്കിൽ ആ ഒരു ഫെമിലാരിറ്റി, അതിനെ കുറിച്ചുള്ള ഒരു ചെറിയ പരിചയം അല്ലെങ്കിൽ ആ ധാരണ എനിക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെ. ഭയങ്കര സങ്കീർണമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിനെ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിനുള്ള ഒരു അറിവ് അവർക്ക് ഉണ്ടായിരുന്നു. type of example, the supervisor discriminates between the worker producing low quality products and the worker producing high quality products. Okay, നമുക്കറിയാം അവിടെ ഒരു വേർതിരിവ് അവിടെ കാണിച്ചു അല്ലെ. ഹൈ ക്വാളിറ്റി ഉള്ള വർക്കർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് സാമാന്യ ബോധവൽക്കരണം ഉണ്ട് അല്ലെ. സാമാന്യ ബോധമുള്ളവരാണ് നമ്മൾ കണ്ടത്. കാരണം അവരതുകൊണ്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത്. കാരണം പുതിയതായിട്ട് എന്ത് വന്നാലും ചിലപ്പോൾ അധികം ട്രെയിനിങ് ഒന്നും വേണ്ടി വരില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് ചെയ്യാനായിട്ട് ഒരു കഴിവുണ്ടാവും. അതേസമയം മറ്റു വ്യക്തികൾക്ക് അധികം കഴിവില്ല അല്ലെ. കുറച്ചും കൂടിയും അവർക്ക് എക്സ്പീരിയൻസ് പകർന്നു കൊടുക്കേണ്ടതായിട്ട് വരും. അതിന്റെ പോസിറ്റീവ്ലി റെസ്പോണ്ട് ഓൺലി ടു ദ ക്വാളിറ്റി കോൺഷ്യസ് വർക്കർ. തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യം വന്നാലും എങ്ങനെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആരായിരിക്കും? അറിവുള്ളവരെ അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നോക്കുകയാണെങ്കിൽ അവിടെ രണ്ടു കൂട്ടരുണ്ട്, ഡിസ്ക്രിമിനേറ്റിംഗ് ഉണ്ട്, അതേമാതിരി തന്നെ ജനറലൈസേഷൻ അല്ലെ. അവിടെ സാമാന്യവൽകൃത ബോധമുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടാണ് അവര് റെസ്പോണ്ട് ചെയ്യും, പ്രതികരിക്കും. അതേസമയം അറിവില്ലാത്തവര് ഡിസ്ക്രിമിനേഷൻ പറയുമ്പോൾ നമുക്ക് അറിവില്ലാതെ വിവേചനത്തോടു കൂടി ഇല്ലാതെങ്കിലും വിവേചന ശക്തി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവര് പ്രതികരണം കുറവാകും. ഓക്കെ, റെസ്പോൺസ് ഓക്കെ അല്ലേ? അല്ലേ ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് എലമെന്റ്സുകളാണ് അതായത് കമ്പോണൻസ് ഓഫ് ലേണിംഗ് പ്രോസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ കണ്ടു ട്രയൽ, രണ്ട് തരത്തിലുള്ള ട്രയലിൽ നിന്ന് പഠിക്കാം. അതേമാതിരി തന്നെ സെക്കൻഡ് വണ് സ്റ്റിമുലി അല്ലെ. ആ വേർഡുകളൊക്കെ വരുമ്പോൾ എന്താണെന്നുള്ള ചിന്താഗതി വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഡ്രൈവിംഗ് അല്ലെ, അവര് ഫിസിക്കലി നമുക്ക് ചെയ്യാനായിട്ടുള്ള മനോഭാവം, മെന്റലി നമുക്ക് അല്ലെ സൈക്കോളജിക്കലി ആയിട്ട് ചെയ്യാനുള്ള മനോഭാവമാണ് ആ ഡ്രൈവിൽ സൂചിപ്പിക്കുന്നത്. സ്റ്റിമുലി എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ വർഗത ബോധമുള്ളവര്, അത് ഇല്ലാത്തവരുമാണ്. റെസ്പോൺസ് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ
സാമാന്യവൽകൃതരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കും. അതിനോടൊക്കെ പൊരുത്തപ്പെടാനായിട്ട് എളുപ്പമായിരിക്കും. അതേസമയം അധികം അങ്ങനെ ഇല്ലാത്തവർ ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ വേണ്ടി വരും. റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞ ശക്തിപ്പെടുത്തുന്നു അല്ലെ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കഴിവുകളൊക്കെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്തായിരിക്കും ആവശ്യമായിട്ട് വരിക. അവിടെ മസ്റ്റായിട്ട് നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള അല്ലെ, അതായത് സാധ്യതകൾ അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതെന്താന്ന് നോക്കാം. റെയിൻഫോഴ്സ്മെന്റ് ഇസ് എ കീ എലമെന്റ് ഓഫ് ലേണിംഗ് അല്ലെ. പഠന മികവിന്റെ പ്രധാനപ്പെട്ട ഒരു കീ എലമെന്റ് ആണ് എന്ന് പറയുന്നത് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ബലപ്പെടുത്തുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയുള്ള അറിവുകൾ ഒപ്പം നേടിയെടുക്കുക അല്ലെ. എങ്കിൽ മാത്രമാണ് ചലഞ്ചസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാനായിട്ട് അതിനനുസരിച്ചിട്ട് അല്ലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടാകും. സോ റീഇൻഫോഴ്സ്മെന്റ് ഈസ് എ കീ എലമെന്റ് ഓഫ് ലേണിംഗ്. Without a reinforcement, no measurable modification of a behavior does take place. Okay, നമുക്ക് ഈ റീഇൻഫോഴ്സ്മെന്റ് ഇല്ലാതെ തന്നെ അല്ലെ നമുക്ക് എന്താണ് ബിഹേവിയർ, അവരുടെ ഒരു ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ വരണമെങ്കിൽ പുതിയ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കൂടി വേണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് അവിടെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ അവിടെ ആവശ്യമാണ്. Reinforcement can be described as an environmental occurrence that affect the probability of occurrence of a response with which they are associated. അതായത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, എൻവയോൺമെന്റൽ ആയിട്ടുള്ള occurrence അല്ലെ, നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം നേടാനായിട്ട് നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ എന്ത് ചേഞ്ചസ് വന്നാലും ആ ചേഞ്ചസ് നേടാനുള്ള മികവ് കൂടി നമ്മൾ ഒപ്പം തന്നെ ലേൺ ചെയ്ത് പോകേണ്ടതാണ് അല്ലെ. എങ്കിൽ മാത്രമാണ് നമുക്ക് സാമാന്യവൽക്കൃത ബോധമുള്ള വ്യക്തിത്വമായിട്ട് മാറിക്കഴിയാനായിട്ട് സാധിക്കുള്ളൂ. സോ അതിനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ കൃത്യമാക്കി കുറിക്കേണ്ടതാണ്. സോ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ് അടുത്ത ഒരു കമ്പോണന്റ് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് can be described as environmental occurrence that affect the probability of occurrence of a response. അതായത് നമുക്ക് ഇത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ആണ് അവിടെ കാണിക്കുന്നത്. ഇതിന്റെ വെച്ച് ദേ ആർ അസോസിയേറ്റഡ്, അത് അതുമായി ബന്ധപ്പെട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അതായത് എൻവയറമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെ. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മളോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടിക്കലി എഴുതുന്നതോടൊപ്പം തന്നെ ഇൻവോൾവ് ചെയ്ത് പഠിച്ചു പോകേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിറ്റൻഷൻ. റിറ്റൻഷൻ എന്ന് പറയുമ്പോഴൊക്കെ എന്താണ്, the consistently of learning behavior over time is defined as a retention and the converse is a forgetting. Okay, അപ്പൊ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അല്ലെ നമുക്ക് ചിലപ്പോൾ നല്ലത് നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്, വേണ്ടാത്തത് നമ്മൾ അത് റിജക്ട് ചെയ്യും അല്ലെ. അപ്പൊ the consistently of learning behavior over time is defined as a retention and the converse is a forgetting. വേണ്ടാത്തതെല്ലാം നമുക്ക് വിട്ടുകളയണം, വേണ്ടതൊക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. Some of the learning is retained over a period of time while others may be forgotten. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊന്നും ചിലപ്പോൾ ഈ കാലത്തും ആവശ്യമായിട്ടില്ല അല്ലെ. ടെക്നോളജിക്കൽ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ മാനുവലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ആവശ്യകതയേ ഇല്ല. അത് പ്രാക്ടിക്കൽ കൊണ്ട് നമ്മൾ സമ്പാദിച്ചതായിരിക്കാം, പക്ഷെ അത് വീണ്ടും വീണ്ടും നമ്മളത് വീണ്ടും അത് പ്രാക്ടീസ് ചെയ്ത് വരേണ്ട കാര്യമില്ല. കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. സോ മാനുവലി ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ എന്താണ് മെഷീന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. സോ അതെല്ലാം നമ്മൾ പുതിയ കാര്യങ്ങൾ എൻവയറമെന്റൽ ആയിട്ടുള്ള ചേഞ്ചിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അത് നേടിയിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാത്തവ എല്ലാം നമ്മൾ ഫോർവേഡ് ചെയ്ത് മുന്നേറേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് പഠന മികവ് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചേഞ്ചസ് വരുന്നാലും നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും കൂടി നമുക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. ക്ലിയറോ? വായിച്ചു നോക്കാം. കമ്പോണൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലേണിംഗ് തിയറീസ് ആണ്. ലേണിംഗ് എന്താണെന്നുള്ളത് അതിന്റെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് അല്ലെ. ഇനി നോക്കാനുള്ളത് എന്താണ് തിയറീസിലേക്ക് നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ഫസ്റ്റ് റൂൾ നോക്കാനുള്ളത്. അതായത് the work of the famous Russian physiologist Ivan Pavlov demonstrated the classical conditioning process. അതായത് ഈ ഇവിടെ ഒരു ചെറിയ കഥയോട് കൂടിയിട്ടാണ് അദ്ദേഹം അത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പൗലോ പറയുന്ന ഒരു കഥയുടെ കാര്യം എന്ന് പറയുന്നത് ആ കഥ കേൾക്കുമ്പോൾ ഇച്ചിരി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ കഥ പറയുന്നത് തന്നെ. അതായത് ഒരു ഡോഗ് സാധാരണയായിട്ട് അവർക്ക് ഭക്ഷണം വേണം അല്ലെ. പട്ടികൾക്കാണെങ്കിലും തീറ്റ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഒരു ബെല്ലടിക്കുന്ന സമയത്ത് പട്ടിക്ക് വരുന്നു, ഡോഗ് വരുന്നതനുസരിച്ചിട്ട് തന്നെ ഭക്ഷണം മാംസം അവർക്ക് വേണ്ടിയിട്ട് ഡോഗിന് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നു. വീണ്ടും മണിയടിക്കുമ്പോൾ എന്താണ് ഡോഗ് വരുന്നു, ഡോഗിന് ഭക്ഷണം കൊടുക്കുന്നു. വീണ്ടും അദ്ദേഹം ഇങ്ങനെ പല ടേംസില് ഇങ്ങനെ മണിയടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മണിയടിക്കുന്നത് സമയത്തൊക്കെ തന്നെ ഡോഗ് വരും. കാരണം ഡോഗിന്റെ മൈൻഡിലേക്ക് എന്തായാലും വരുന്നത് ഭക്ഷണം കിട്ടും എന്നുള്ളൊരു ടെൻഡൻസിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫീലിങ്സ് ആണ് ആ ഡോഗിന്റെ മൈൻഡിലുള്ളത്. സോ ചില സമയത്ത് മണിയടിച്ചാൽ പോലും ഡോഗിന് വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഫീൽ ചെയ്യുന്നു. ഇൻ കേസ് ഭക്ഷണം ഇല്ലാതെ കൂടി ഡോഗ് വരികയാണ് ചെയ്യുന്നത്. സോ അതെന്താണ് അവിടെ അവര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം അത് വെച്ചിട്ടുള്ള കാര്യമാണ്. The work of the famous Russian physiologist Ivan Pavlov demonstrated the classical conditioning process. When Pavlov presented a piece of meat to the dog in the experiment, Pavlov noticed a great deal of starvation. ഓക്കെ, ഭക്ഷണത്തിന് അവന് കൂടുതൽ ആവശ്യമുള്ള ഒരു ടൈം അല്ലെ ഡോഗിന് ആവശ്യമുണ്ട്. He turned the food on an unconditioned stimulus and with the starvation of an unconditioned response. ഓക്കെ, അതായത് പല ടൈമില് അവൻ എന്താണ് ഈ ബെല്ലടിക്കുന്നു, അതിനനുസരിച്ചിട്ട് ഡോഗ് അദ്ദേഹത്തിന്റെ ഫുഡ് കിട്ടാനുള്ള ആദ്യം കൊണ്ട് അവർ വന്നു പോകുന്നു. കേസ് ഇല്ലാത്ത ടൈമിൽ കൂടി മണിയടിക്കുന്ന ടൈമിലൊക്കെ ഡോഗ് വരുന്നുണ്ട്. When the dog saw the meat, it is salvated. On the other hand, when Pavlov merely rang a bell, the dog did not salvate. Okay, അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് ഇവിടെ റാങ്ങിച്ചിട്ടില്ലെങ്കിൽ when Pavlov merely rang a bell, എപ്പോഴും അവൻ മണിയടിക്കുമ്പോൾ എന്താണ് മീറ്റിന് വേണ്ടിയിട്ട് വരികയാണ് അല്ലെ. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് പീസ് ഓഫ് മീറ്റ് ടു ഡോഗ് ഇൻ ദ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റിന് വേണ്ടി എടുത്തേക്കുന്ന മീറ്റ് ആണ് അവിടെ എടുത്തിരിക്കുന്നത് അല്ലെ. അവരും നോട്ടീസ് ചെയ്തിരിക്കുന്നത് എന്താണ് പ്രധാനമായിട്ടും അവന് ഫുഡ് വേണം എന്നുള്ളൊരു കാര്യമാണ് അവര് നോട്ട് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ രണ്ട് കാര്യമുണ്ട്. ഒന്ന് എക്സ്പെരിമെന്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് എന്താണ് അവിടെ മീറ്റ് ആണ്. മറ്റൊന്ന് എന്താണ് ഫുഡ് വേണമെന്നുള്ളതാണ് അവന്റെ ആവശ്യം. ഓക്കെ, അതാണ് പ്രധാനമായിട്ടും ഉള്ള പ്രധാനപ്പെട്ട സംഗതികൾ. സോ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഐഡിയ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലി അവരെ ഉദ്ദേശിച്ച അൺകണ്ടീഷണബിൾ ആണ്. കാരണം അവർക്ക് എപ്പോ വേണമെങ്കിലും അത് കിട്ടാനായിട്ടുള്ള താല്പര്യം കൊണ്ട് എന്തായാലും റെസ്പോണ്ട് ചെയ്യും അല്ലെ. സാൽവേഷൻ ആൻഡ് അൺകണ്ടീഷൻഡ് റെസ്പോണ്ട്. The dog saw the meat, it സാൽവേഷൻ. അവർ ഫുഡ് എടുക്കുകയാണ്, മീറ്റ് കാണുന്നതനുസരിച്ചിട്ട് അവർ ഫുഡ് എടുക്കുന്നു. On the other hand, when Pavlov merely rang a bell, the dog did not salvate. In case അവരെ ഭക്ഷണത്തിന് ആദ്യം ഇല്ലെങ്കിൽ കൂടി അവർ എന്താണ് ബെല്ലടിക്കുമ്പോൾ എന്താണ് നമ്മ വരാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കും അല്ലെ. Pavlov subsequently introduced the sound of a bell each time the meat was given to the dog. Okay, ഡോഗിന് ഓരോ സമയവും അവൻ എന്താണ് മീറ്റ് ലഭ്യമാകുന്നുണ്ട്. The dog eventually learned to salvate in the response to the ringing of the bell even when there was no meat. അപ്പോൾ ചില സമയങ്ങളിൽ എന്താണ് ഇല്ലേ അവൻ ഈ ഇതനുസരിച്ചിട്ട് പഠിച്ചേക്കുന്ന കാരണം എന്താണ് ചില സമയത്ത് റിങ് ചെയ്താലും അവിടെ എന്തുണ്ടാവില്ല മീറ്റ് ഉണ്ടാവണമെന്നില്ല. Pavlov had conditioned the dog responded to the learned stimuli അല്ലെ. അവന്റെ ആ ഒരു പഠന മികവ് കൊണ്ട് അവൻ ഉദ്ദേശിപ്പിച്ചേക്കുന്നതാണ് ബെല്ലടിക്കുമ്പോൾ ഞാൻ ചെന്ന എട്ട് കിട്ടുമ്പോൾ എനിക്ക് ഫുഡ് കിട്ടുന്നത്. The law of exercise. ഈ ഒരു നമ്മള് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ വ്യായാമ നിയമം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. Which states the behavior can be learned
by a repetitive association between a stimulus and a response. Okay, repetitive ആയിട്ട് നമ്മൾ എന്തെങ്കിലും പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രതികരിക്കും എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട് അല്ലെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കി തരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, റിപ്പീറ്റീവ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പ്രതികരിക്കുന്നതാണ്. ഓക്കെ, അതെന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? കിട്ടിയോ? അതെ, ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. ക്ലാസിക്കൽ കണ്ടീഷൻ ആസ് റെസ്ട്രിക്റ്റഡ് വാല്യൂ വിത്ത് ദ സ്റ്റഡി ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. നമ്മുടെ സംഘടനാപരമായിട്ടുള്ള ബിഹേവിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. As pointed out by Skinner, classical conditioning constitute a small portion of overall human learning. നമ്മുടെ ഹ്യൂമൻ ലേണിംഗിലും വരിപ്പെടും പഠനത്തിലും ഇങ്ങനെ തന്നെയുള്ള ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിങ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷൻ ഇസ് പാസീവ്. Sometimes something happen and we react in a specific and different event, and such it explains simple and reflexible behavior. But the behavior of people in organization is emitted rather than reflexive. Okay, അതായത് പ്രതികരിക്കുന്ന ഒരു മനോഭാവം പീപ്പിൾസിലും ഉണ്ടാവും അല്ലെ. പീപ്പിൾസിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവര് മാക്സിമം അഫോർഡോട് വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ എടുത്ത് പറയുന്നത് അല്ലെ. ബിഹേവിയർ ഓഫ് പീപ്പിൾ ഇൻ ഓർഗനൈസേഷൻ ഈസ് എമിറ്റഡ് റാദർ ദാൻ റിഫ്ലെക്റ്റഡ്. തീർച്ചയായിട്ടും എന്താണ്, ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ബിഹേവിയർ എന്താണ്, അവിടെ പ്രതികരണത്തില് അതിനേക്കാൾ കൂടുതൽ എന്താണ് അവർക്ക് ലഭ്യമാകുന്ന നേട്ടത്തിനായിരിക്കും അവര് കൂടുതൽ പ്രതികരണം കാണിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ലേണിംഗ് എന്ന് പറയുന്ന ഒരു പവർ അവിടെ ക്രിയേറ്റബിൾ ആണ്. Learning of this complex behavior can be clarified or better understood through operating conditions. Okay, തീർച്ചയായിട്ടും ഇവിടെ പ്രധാനമായിട്ട് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അല്ലെ, ഒരു വ്യക്തമായിട്ട് നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ തൊഴിലാളികളെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ആവശ്യം. തീർച്ചയായിട്ടും അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ആ രോഗിയുടെ വിശപ്പാണ് അവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അല്ലെ, അവന്റെ വിശപ്പാണ് അല്ലെ. അപ്പൊ ഈ കേസ് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിയുടെയും ആവശ്യം എന്താണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അവരെ റിയാക്ട് ചെയ്യുള്ളൂ. ചിലർക്ക് ഫിനാൻഷ്യലി ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആയിരിക്കും ആവശ്യമെങ്കിൽ ചില തൊഴിലാളികളുടെ ആവശ്യം സമൂഹത്തിന് നല്ല പേരുകേട്ടുള്ള ജോലിയായിരിക്കും ചിലപ്പോൾ ആവശ്യം അല്ലെ. ഓരോ വ്യക്തികൾക്കും ഓരോ ആവശ്യം കൊണ്ടുകൊണ്ടായിരിക്കും മിക്കവാറും തൊഴിലിടങ്ങളിൽ പോകുന്നത്. തീർച്ചയായിട്ടും മാക്സിമം എംപ്ലോയീസും അവരുടേതായിട്ടുള്ള സാലറി ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും. ബേസിക് സാലറി എന്തായാലും ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. എനിവേ അതുണ്ടാവും. ഒപ്പം മറ്റേതെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് വേണം ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, ശരിയല്ലേ? ഐഡന്റിഫൈ ചെയ്യണ്ടേ? എന്തെങ്കിലും ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുമ്പോൾ അവർ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടി ഓഫർ ചെയ്യേണ്ട ചെയ്യണ്ടേ? ചിലതില് ചിലപ്പോഴെങ്കിൽ അവർ റിഫ്ലക്ട് ചെയ്യും അല്ലെ. ഒരു ചില കാര്യങ്ങളിൽ മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ. ചില കാര്യങ്ങൾ ചിലപ്പോഴെങ്കിൽ അവരെ അവഗണിച്ച് കഴിയും. അപ്പൊ അവരുടെ ആവശ്യം എന്താണ്? സംതിങ് ഹാപ്പൻസ് ആൻഡ് വി ആർ റിയാക്ടിംഗ് സ്പെസിഫിക് ഐഡന്റിഫൈബിൾ ഈവന്റ് ആൻഡ് ആസ് സച്ച് ഇറ്റ് എക്സ്പ്ലെയിൻസ് സിമ്പിൾ ആൻഡ് റിഫ്ലെക്സീവ് ബിഹേവിയർ. ഓക്കെ, ചിലത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവരെ റിയാക്ട് ചെയ്യാനായിട്ടുള്ള ആവശ്യം അല്ലെ. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എന്താണ് ഐഡന്റിഫൈ ചെയ്യാം. അത് ഓരോന്നും എന്തിനാണുള്ളത്. ചിലപ്പോൾ ട്രാവലിംഗ് അലവൻസ് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അല്ലെ അങ്ങനെ അവിടെയുള്ള എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യുക അല്ലെ, സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കാന്ന് തീരുമാനമെടുക്കുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന തീരുമാനത്തിൽ അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് ആദ്യം തന്നെ കണ്ടറിയണം. അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് നേടാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ എക്സാമ്പിളിൽ തീർച്ചയായിട്ടും അവര് ആ ഒരു ഡോഗിനെ ഉത്തേജിപ്പിക്കുന്ന ഭക്ഷണം വേണമെന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ കൂടി ഭക്ഷണം ഇല്ലാതെ അവർ തീർച്ചയായിട്ടും നമ്മുടെ മാനസികമായിട്ടുള്ള പ്രതികരണത്തിന്റെ ശേഷി അനുസരിച്ചിട്ട് എന്താണ് അവർ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ തിരികെ നോക്കില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവര് റിജക്ട് ചെയ്യും. സോ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. ഓക്കെ, behavior people in organization is emitted rather than reflexive. Okay, അവിടെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
അവിടെ പ്രതികരണ ശേഷി ആർക്കുണ്ട്? നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ സോ അവർക്ക് ആവശ്യമുള്ളതിന് വേണ്ടി മാത്രമാണ് അവർ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. ലേണിംഗ് ഓഫ് ദീസ് കോംപ്ലക്സ് ബിഹേവിയർ can be clarified for better understood the operating conditions. അവരുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നടപടികളൊക്കെ എടുക്കാനായിട്ട് തൊഴിലിടങ്ങളിൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം ഇൻസെന്റീവ്സോ എന്തെങ്കിലും അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ വർക്കിംഗ് അവേഴ്സിനനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എൻജോയ്മെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ചിലപ്പോൾ ലഭ്യമാക്കാം. പക്ഷെ മോസ്റ്റ്ലി അവിടെയുള്ള എംപ്ലോയീസ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അത് ഹാപ്പി ആയിരിക്കും. അവരതനുസരിച്ചിട്ട് നല്ല ബോർഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സമയത്ത് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ക്ലിയർ ആയോ? ലേണിംഗ് തിയറി, ക്ലാസിക്കൽ കണ്ടീഷൻസ് പ്രത്യേകിച്ചൊന്നും ചോദിച്ചു കാണാനുള്ളതൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു ഇതൊന്ന് ജസ്റ്റ് നോക്കിയാല് ക്ലാസിക്കൽ കണ്ടീഷൻസ് അല്ലെ, റെസ്ട്രിക്റ്റഡ് വാല്യൂ ഇൻ ദ സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഇതിനു വേണ്ടിയിട്ടാണ് ക്ലാസിക്കൽ കണ്ടീഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓർഗനൈസേഷന്റെ ബിഹേവിയർ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓർഗനൈസേഷന്റെ ആ ഒരു പെരുമാറ്റ ശൈലി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലാസിക്കൽ കണ്ടീഷൻസ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ലേണിംഗ് തിയറീസിന്റെ അടുത്തൊരു തിയറി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണോ? ലേണിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്. ലേണിംഗിൽ നിന്നാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അപ്പൊ അത് മസ്റ്റായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. കമ്പോണൻസ്, കീ എലമെന്റ്സ്, എന്താണ് ലേണിംഗ് എന്നുള്ളത് ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ണോ? ചാപ്റ്റർ മൊത്തത്തിലെ ഒരു ഇതാണ്, എന്നാലും നമ്മൾ മനസ്സിലാക്കി തന്നെ പോവാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.